യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസ് എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഡെയിലി ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം എഴുതി വെക്കുക. 10 ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എത്ര മാർക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് സ്വന്തമായി വാല്യുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് സിനാരിയോ ആണിത്. ആദ്യത്തെ ചോദ്യം, സൗരോർജ്ജത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആദ്യ പാർലമെൻറ്റ് ഏതാണ്? ലോകത്തിലെ സോളാർ പവർ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന പാർലമെൻറ്റ് ഏത് രാജ്യത്തിൻ്റേതാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം എഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് പാർലമെൻറ്റ് ടു ബി റൺ ഓൺ സോളാർ പവർ ഏത് പാർലമെൻ്റ് ആണെന്നാണ് ചോദ്യം. എഴുതിയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ജോബ് ഫോർ അവർ മില്യൻസ് എന്ന പുസ്തകം, ഇതാണ് ചോദ്യം. സെക്കൻഡ് ചോദ്യം, ജോബ് ഫോർ അവർ മില്യൻസ് എന്ന പുസ്തകം എഴുതിയ രാഷ്ട്രപതിയുടെ പേര്, അല്ലെങ്കിൽ ആരാണിത് എഴുതിയത്? ജോബ് ഫോർ അവർ മില്യൻസ് എന്ന് പറഞ്ഞ പുസ്തകം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, രാഷ്ട്രപതി നിവാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാഷ്ട്രപതി നിവാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഗവർണർക്ക് മരണശിക്ഷ ഒഴിവാക്കാൻ കഴിയും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ഓർ ഫോൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എത്രമാത്രം നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. ഗവർണർക്ക് മരണശിക്ഷ ഒഴിവാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും എന്നല്ല കേട്ടോ. മരണശിക്ഷയിൽ ഇളവ് വരുത്താൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ അത് ട്രൂ ഓർ ഫോൾസ് ആണ് പറയേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, ടു ബി ഇൻഫോംഡ്, ടു ബി സർട്ടിഫൈഡ്. ടു ബി ഇൻഫോംഡ് അല്ലെങ്കിൽ ടു ബി സർട്ടിഫൈഡ് എന്ന് അർത്ഥം വരുന്ന റിറ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. റിറ്റ് ഏതൊക്കെ തരം റിറ്റ്സ് ഉണ്ട് എന്നുള്ളത് അറിയാം. പേവിയസ് കോപ്പസ്, മാൻഡമസ്, സർഷ്യോറാറി, ക്യൂ വറൻഡോ, അതുപോലെ തന്നെ വേറെ ഒരു റിറ്റ് കൂടി ഉണ്ടല്ലോ, ഏതായിരുന്നത്? പ്രൊഹിബിഷൻ. അപ്പോൾ ഇത്രയധികം റിറ്റുകൾ നമുക്കറിയാം. അതിൽ ടു ബി ഇൻഫോംഡ് അല്ലെങ്കിൽ ടു ബി സർട്ടിഫൈഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അർത്ഥം വരുന്ന റിറ്റ് ഏതാണെന്നാണ് ചോദ്യം. 6, നോ എക്സ്പോസ് ഫാക്ടോ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? നോ എക്സ്പോസ് ഫാക്ടോ ലോ എന്ന് പറയുന്നത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ, മുൻകാല പ്രാബല്യത്തിൽ ഒരു ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പറ്റില്ല എന്നാണ്. ഏത് കുറ്റമാണെങ്കിലും ഈ നിലവിൽ നിൽക്കുന്ന നിയമ സംവിധാനത്തിൽ മാത്രമേ ഒരാൾ ശിക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു 2 വർഷം കഴിഞ്ഞു വരുന്ന ഒരു നിയമത്തിന് മുൻകാല പ്രാബല്യം, പ്രത്യേകിച്ച് ക്രിമിനൽ നിയമത്തിന് പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നോ എക്സ്പോസ് ഫാക്ടോ ലോ. ഏതാണ് ആർട്ടിക്കിൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 7ാമത്തെ ചോദ്യം, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഹെഡ് ആരാണ്? ഇത് മൈനർ കമ്മിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്. മേജർ കമ്മിറ്റീസ് ഉണ്ട്, സബോർഡിനേറ്റ് കമ്മിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ മൈനർ കമ്മിറ്റീസ് ഉണ്ട്. ഇത് ഇത്തിരി ടഫ് ചോദ്യം. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആരാണ് ഹെഡ് ചെയ്യുന്നത് എന്നുള്ളത്. 8ാമത്തെ ചോദ്യം, ഫ്രീ ലീഗൽ എയ്ഡ് ആർട്ടിക്കിൾ ഏതാണ്? ഫ്രീ ലീഗൽ എയ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. കാരണം അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ലീഗൽ എയ്ഡ് ഓർത്ത് വെക്കണം. ഏതാണ് ആർട്ടിക്കിൾ? പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഇൻ USA ആണോ? പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണോ? പ്രൈം മിനിസ്റ്റീരിയൽ ലീഡർഷിപ്പാണോ USA അമേരിക്കയിലുള്ളത്? അത് നിങ്ങൾ യെസ് ഓർ നോ പറഞ്ഞാൽ മതി. 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം, രാജ്യസഭയുടെ കാലാവധി എത്രയാണെന്ന്? രാജ്യസഭ മെമ്പറിൻ്റെ അല്ല, രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? 10 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞു. അപ്പോൾ ഇനി ആൻസർ ഡിസ്കഷനാണ്. ആദ്യത്തെ ചോദ്യം, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ പാർലമെൻറ്റ് ഏതാണ്? പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം പാകിസ്ഥാനാണ്. സെക്കൻഡ്, ജോബ് ഫോർ മില്യൻസ് ആരാണ് എഴുതിയത്? VV ഗിരിയാണ് ജോബ് ഫോർ മില്യൻസ് എന്ന പുസ്തകം എഴുതിയത്. രാഷ്ട്രപതി നിവാസ് എവിടെയാണ്? ഷിംലയിലാണ് രാഷ്ട്രപതി നിവാസ്. 4ാമത്തെ ചോദ്യം, ഗവർണർക്ക് മരണശിക്ഷ ഒഴിവാക്കാൻ കഴിയും. ട്രൂ ആണ്. പക്ഷേ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. മരണശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ പൂർണ്ണമായിട്ടും എക്വിറ്റ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? ഗവർണർക്ക് പറ്റില്ല. പക്ഷേ പ്രസിഡൻറ്റിന് പറ്റും. പക്ഷേ ഇളവ് ചെയ്യാൻ പറ്റും. മരണശിക്ഷയിൽ ഇളവ് ചെയ്യാൻ പറ്റും, ഗവർണർക്ക് പറ്റും. ടു ബി ഇൻഫോംഡ്, ടു ബി സർട്ടിഫൈഡ് എന്ന അർത്ഥം വരുന്ന റിറ്റ് ഏതാണ്? സർഷ്യോറാറിയാണ്. നോ എക്സ്പോസ് ഫാക്ടോ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? നോ എക്സ്പോസ് ഫാക്ടോ ലോ എന്ന് പറയുന്നത്
ആർട്ടിക്കിൾ 20 വരുന്നതാണ്. അതിൽ കൂടെ വരുന്നതാണ് നോ ഡബിൾ ജെപ്പോർഡി, അതുപോലെ തന്നെ നോ സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് എന്ന് പറയുന്ന ഒന്നും കൂടെ വരുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 20 7ാമത്തെ ചോദ്യം, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഹെഡ്. ഇതൊരു ടഫ് ചോദ്യമാണ്. ഇതൊരു മൈനർ കമ്മിറ്റിയാണ്. അതിൻ്റെ ഹെഡാണ് KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഹെഡ് KM മുൻഷിയാണ്. 8 ഫ്രീ ലീഗൽ എയ്ഡ് ഏത് ആർട്ടിക്കിളാണ് എന്നാണ്. 39A ആണ് ഫ്രീ ലീഗൽ എയ്ഡ്. 39A ആണ് ഫ്രീ ലീഗൽ എയ്ഡ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഇൻ USA ആണോ? അതെ, പ്രസിഡൻഷ്യൽ റൂളാണ് ഇവിടെ USA-ലുള്ളത്. അപ്പോൾ അത് ശരിയാണ്. യെസ്. രാജ്യസഭയുടെ കാലാവധി എത്ര? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. രാജ്യസഭ മെമ്പറിൻ്റെ അല്ല എന്ന് പറഞ്ഞു. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? ഇല്ല, രാജ്യസഭയ്ക്ക് അങ്ങനെ ഒരു കാലാവധി പരിപാടി ഇല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ 10 ചോദ്യം. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കും രേഖപ്പെടുത്തുക എന്നുള്ളത്. ഇന്നത്തെ ഒരു ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 5 നമുക്ക് ഫിക്സ് ചെയ്യാം. 5 ഔട്ട് ഓഫ് 10 ആയിട്ട് നമുക്ക് കട്ട് ഓഫ് നിശ്ചയിക്കാം. 5 ഔട്ട് ഓഫ് 10 അല്ലേ? എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക.